സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല് നിലമ്പൂർ വരെ ചാലിയാറിലും സൂക്ഷ്മ പരിശോധന നടത്തുമെന്ന് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ. സൈന്യത്തിന്റെ റഡാർ പരിശോധനയും തുടരുകയാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുന്നതായി ജില്ലാ കളക്ടർ ജനൻ ടിവിയോട് പറഞ്ഞു. മലയിലും പരിസര പ്രദേശത്തും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. മാം, എങ്ങനെയാണ് ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുന്നത്? നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഫോഴ്സസിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതും. സോ ഇന്ന് ഓൾസോ നമ്മൾ കൂടുതലായിട്ട് റിവർ ബേസിനിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും. അതല്ലാതെ ഒരു ലോക്കലായിട്ടുള്ള ആൾക്കാരിനെ കൂടെ നമ്മൾ എവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു അത് മാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ടീം പോയിട്ട് ആർമീൻ്റെ നേതൃത്വത്തിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ നടക്കുന്നുണ്ട്. ഇന്നലെ ഈ റഡാർ പരിശോധനയ്ക്കിടയിൽ ചില പ്ലേസുകൾ ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ മാം. അത് നമ്മൾ യൂഷ്വലായിട്ട് റഡാർ വന്ന ശേഷം നമ്മൾ ചെയ്യുന്ന കൈകാര്യം തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള വേറെ ഒന്നുമല്ല. സോ ഇത് ആ പരിശോധന ഇറ്റ് ഇസ് ഓൺ ഗോയിങ്. ഈ ഇന്ന് പ്രത്യേകിച്ച് സൂചിപ്പാറ മുതൽ പോത്തുകല്ല് ആ ഭാഗത്തേക്ക് റിവർ കേന്ദ്രീകരിച്ചായിരിക്കുമല്ലോ പരിശോധന? അത് നമ്മൾ ലാസ്റ്റ് 3 ഡേയ്സിൽ നിന്നും റിവർ ബേസിനിലാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്തായാലും 6 സോണിലും ഒരു ആക്ടിവിറ്റിയും നടക്കുന്നുണ്ട്. ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ? യെസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ എല്ലാം നമുക്ക് നടക്കുന്നുണ്ട്. ഒരു മിഡ് ടേം പ്ലാൻ, ലോങ് ടേം പ്ലാനിൽ വെച്ചിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള റീഹാബിലിറ്റേഷന് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മാഡം പറഞ്ഞതുപോലെ തന്നെ പുനരധിവാസത്തെ ചൊല്ലിയുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കൂടുതലായും ഈ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുക എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃഷ്ണകുമാറിനൊപ്പം വി സോമകൃഷ്ണ, ജനം, വയനാട്.